പാടിയ പാട്ടുകളിലെല്ലാം ഒന്നുകിൽ അതിൻ്റെ ഇൻട്രോയോ അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർലൂഡോ, ആദ്യത്തെയോ അല്ലെ രണ്ടാമത്തെയോ ഇൻ്റർലൂഡ് നമ്മുടെ ജിജുംബ്രോ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം വായിക്കുമായിരുന്നു, നമുക്കെല്ലാവർക്കും അത് കേൾക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇന്ന് അദ്ദേഹത്തെയും ആ ശബ്ദത്തെയും നമ്മളൊത്തിരി മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അനുഭവം പോലെ മറക്കാൻ കഴിയില്ല. ഒത്തിരി അനുഗ്രഹമായിരുന്നു തൻ്റെ ജീവിതം. ഇവിടെയുള്ള മ്യൂസീഷ്യൻസിനെ പോലൊക്കെ തന്നെ ഞങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരുന്നു. നല്ലൊരു മ്യൂസീഷ്യൻ ആയിട്ട് തന്നെയാണ് ഞാനും അദ്ദേഹത്തെ പരിചയപ്പെടുന്നത്. പകരം വയ്ക്കാനാകാത്ത ഒരു അനുഗ്രഹിക്കപ്പെട്ട മ്യൂസീഷ്യൻ. അപ്പോൾ തന്നെ വളരെ നല്ലൊരു തമാശക്കാരനായിരുന്നു. നമ്മുടെ എപ്പോഴും അറിയാം, ടീമായിട്ടൊക്കെ പോകുമ്പോൾ ആ ടീമിലുള്ള മെമ്പേഴ്സിനെ എല്ലാം ഭയങ്കരമായിട്ട് എൻ്റർടൈൻ ചെയ്യുന്ന ഒരു നല്ലൊരു കൂട്ടുകാരനായിരുന്നു അദ്ദേഹം. പക്ഷേ പിന്നീട് കഴിഞ്ഞ 2 മാസങ്ങൾ 3 മാസങ്ങൾക്കൊക്കെ പുറകിൽ നോക്കുമ്പോൾ ഒരു മ്യൂസീഷ്യനൊക്കെ അപ്പുറത്ത് അദ്ദേഹം സംസാരിക്കുന്നത് എനിക്കും പേഴ്സണലി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ടത്തെ പോലെ തമാശകളൊന്നും താൻ പറയുന്നില്ലായിരുന്നു. മറിച്ച് ഇവിടെ അഭിഷക്തന്മാർ ഓർപ്പിച്ചതുപോലെ താൻ ദൂതുകൾ പറയാൻ തുടങ്ങി, താൻ പ്രവചിക്കാൻ തുടങ്ങി. ഓരോ പാട്ടും കഴിഞ്ഞു വന്നിരിക്കുമ്പോൾ അടുത്ത് വന്നിരുന്ന് കൈപിടിച്ചിട്ട് എൻ്റെ ശുശ്രൂഷയെക്കുറിച്ചും എൻ്റെ കുടുംബത്തെക്കുറിച്ചും ഒക്കെയുള്ള ദൈവശബ്ദങ്ങൾ താൻ അറിയിക്കാൻ തുടങ്ങി. ഞാൻ വിശ്വസിക്കുന്നു കർത്താവിന് വേണ്ടി നന്നായി വാദ്യം വായിച്ചു തുടങ്ങിയ ആ വിരലുകൾ പിന്നീട് എപ്പോഴോ ദൈവം ആ കൈകളെ യുദ്ധത്തിനായി തിരഞ്ഞെടുക്കുകയും ആ വിരലുകളെ പോരിനായി അഭ്യസിപ്പിക്കുകയും ചെയ്തു. ആത്മമണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വച്ചിരുന്ന യുദ്ധം അദ്ദേഹം ചെയ്തു. ആ പോർ പൊരുതിയാണ് ജയാളിയായി അദ്ദേഹം മടങ്ങിയിരിക്കുന്നത്. എന്നാൽ ഇന്ന് നമ്മളെല്ലാവരും ആയിരിക്കുമ്പോൾ ഹൃദയത്തിൽ അപ്രത്യാശയാൽ നമ്മുടെ ഉള്ളങ്ങൾ നിറയട്ടെ. നമ്മെ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ. We miss you. മഹിമായി കിരീടം ചൂടി അവൻ മുഖം ഞാൻ ദർശിക്കും. അങ്ങു ജീവന്റെ നദി കവിഞ്ഞൊഴുകുമേ. ശാരോനിൽ പനി നീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദരനെ ലോകരെല്ലാം കൈവെടിഞ്ഞാലും ശോകഭാരം ഏറിയാലും യേശുരക്ഷകനൻ താങ്ങും തണലുമാ. അവൻ എന്നെ മറക്കുകയില്ല, മൃത്യുവിലും കൈവിടില്ല. അവനിഷ്ടം ഞാൻ ചെയ്തെന്നും ജീവിക്കും. തുമ്പം ദുഃഖങ്ങളതിൽ ആശ്വാസം നൽകുന്നു. എൻ ഭാരമെല്ലാം ചുമക്കാമെന്നേറ്റതാ. ശാരോനിൽ പനി നീർപുഷ്പം അവനെ ഞാൻ കണ്ടെത്തിയേ. പതിനായിരങ്ങളിൽ ഏറ്റവും സുന്ദര
ഓരോ